ഗുഡ് മോർണിംഗ്. നമ്മുടെ ടെൻറ്റിലത്തെ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല ബ്ലാങ്കറ്റും പുതപ്പും അടിപൊളി സെറ്റപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി എഴുന്നേറ്റ്. ഇപ്പം സമയം 6 മണി 6:15 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷപ്പ് ആയിട്ട് നമ്മുടെ അടുത്ത ലൊക്കേഷൻസിലേക്ക് പോകണം. ഇവിടെ ഒരു ട്രെക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് ഗോ. ട്രക്കിംഗ് എങ്ങനെയുണ്ട് ഗൗതം? സെറ്റല്ലേ? സൂപ്പറല്ലേ ലാൻസേ? വൈബേഷ്. Yep. Let's go, let's go. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോയി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വണ്ടിയിലേക്ക് കയറാം. ദൂരത്തൊരു തീരം തേടിപ്പോകാം, മാനത്തണി മാനത്തൊരു മേഘം പോലെ പോകാം. ഒരു കുമ്പിളിൽ. അപ്പോൾ നമ്മൾ ഊട്ടിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ. ഇവിടെ നല്ല കോടയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂസും ഇവിടുത്തെ വില്ലേജും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ.
യോ ഗായ്സ്, പൂണ്ടിയിലെ വ്യൂ ഒരു ചെറിയ വ്യൂ പോയിന്റ് ആണിത്. കോടയായത് കാരണം ഒരു എന്തോ കാണത്തില്ല. സത്യവാൻ മരിച്ചു കിടക്കുന്നതാണ്. ഗൈസ്, എങ്ങനെയുണ്ട് പൂണ്ടിയിലെ ലാൻഡ്സ്കേപ്പും സ്റ്റെപ്പ് ഫാമിങ്ങിന്റെ ഇതൊക്കെ നല്ല സെറ്റപ്പ് ആയില്ലത്. ഇവിടെ നമുക്കൊരു ഷോർട്ട് ചെറിയൊരു വില്ലേജ് കാണാം. ബാക്കി ഫുൾ ലാൻഡ്സ്കേപ്പ് ഫാമിംഗ് ആണ് ഇവരിവിടെ ചെയ്യുന്നത്. ഗൈസ്, നല്ല അടിപൊളി പഴംപൊരിയും ബീഫും കഴിക്കുകയാണ്. അതെ, നല്ല കോടയാണ് പുറകില്. അതെനിക്കറിയില്ല. മസ്റ്റ് ട്രൈ ആണ്, പക്ഷെ കടയുടെ പേരറിയില്ല. കൊടൈക്കനാലിൽ എവിടെയാണ്? പൂണ്ടിന്ന് തന്നെ വഴി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് അടുത്ത ലൊക്കേഷനായ പൂണ്ടി ഫാം ഹൗസ് അല്ലേ? ഏതോ ഒരു ഫാം ഹൗസ് ആണ് സംഭവം. പൂണ്ടി എന്നുള്ള സ്ഥലത്താണ് ഈ സംഭവം ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളിൽ എൻട്രി ഫീ 20 രൂപയാണ്. 20 രൂപ എൻട്രി ഫീ. സ്ഥലം ഭയങ്കര വൈബുള്ള സ്ഥലമാണ്. ഇവിടെ കുറേ ഫാമുകളാണ് മെയിനായിട്ടുള്ളത്. റാബിറ്റ് ഷെഡ്, അതേപോലെ പല പല ഫാമുകളുണ്ട്. ക്യാരറ്റ് ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി എക്സ്പ്ലോർ ചെയ്യാം. എല്ലാവരും മുമ്പിലേക്ക് പോയി. ഗൈസ്, ഇത് ഗവൺമെൻറ്റിൻ്റെ ഫാം ഹൗസ് ആണ്. ഫസ്റ്റ് നമ്മൾ കണ്ടത് റാബിറ്റ് ഫാമാണ്. അവിടെ നമ്മൾ റാബിറ്റ്സിനെ ഫീഡൊന്നും ചെയ്യാൻ പറ്റില്ല. പല ഡിഫറെൻറ്റ് വേരിയൻസ് ആയിട്ടുള്ള പല ഡിഫറെൻറ്റ് ബ്രീഡ്സിലുള്ള റാബിറ്റ്സിനെയാണ് കാണുന്നത്. ഗൈസ്, ലൊക്കേഷനാണ് ഗൈസ് മെയിൻ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ അമേസിങ് വ്യൂ ഫ്രം ഹിയർ. മാണിക്കച്ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴകിൽ കുതിച്ചുപോയി. ഇതാണ് നമ്മുടെ ഫാം ഹൗസിന്റെ വ്യൂസ്. ഗൈസ്, അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ ലേക്കിൽ എത്തിയിരിക്കുകയാണ് ഫൈനലി. ഹലോ ഗൈസ്. ഗൈസ്, കൊടൈക്കനാൽ ലേക്കിൻ്റെ അവിടെ നല്ല തിരക്കാണ്. ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ മഴ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളിപ്പോൾ കയറി നിൽക്കുകയാണ്. സോ വിൽ ബി ഹെഡിങ് ബാക്ക്. You करते पारी शारी जैसे हो पहली बारी, सांसें थक जाए तो कहते चल भर ले तो चिल्ला चिल्ला कह दो मस्ती की खोलो खिड़की जैसे परवाना चलती. ഇളകണ്ടല്ലോ വൈബേഷ്. അടുത്ത ലാസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് ഫോർ അവർ ഡിന്നർ ടുഡേ. സമയം ഇപ്പോൾ 9 മണി. നമ്മൾ ഡിന്നറിനായിട്ട് എത്തിയിരിക്കുകയാണ്. ഫ്രൈഡ് റൈസ്, ചിക്കൻ റൈസ്, എഗ് റൈസ്, വെജ് റൈസ്, ഓൾ റൈസ്, എവറിത്തിങ് ഇസ് അനബോളിക്. ഗൈസ്, എല്ലാവരും അങ്ങനെ ഫുഡ് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പാട്ടും ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏറെക്കുറെ ടയേർഡായി. അപ്പോൾ ഇനി ഫുഡ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് വന്നിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിച്ച് വെച്ച് പീസ്ഫുള്ളി കോയമ്പത്തൂരിലേക്ക് റിട്ടേൺ ചെയ്യുകയാണ്. ആൻഡ്
That was it, guys. That's the whole Kodaikanal trip. Hope you guys liked it. Well, we had a blast. So until we meet again, bye.